بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، فأيها الإخوة، إمام المجدد മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിലെ 3 ബാബ് അൽഹംദുലില്ലാഹ് പൂർത്തിയായി. 4ാമത്തെ ബാബ് അൽ ഖൗഫു മിന ശിർക്ക്, ബാബുൽ ഖൗഫി മിന ശിർക്ക്. ഖൗഫ് എന്നാൽ ഭയം എന്നാണ് അർത്ഥം, പേടി. ഖാഫ ഭയപ്പെട്ടു, ഖാഫ യഖാഫു ഖൗഫൻ പേടി. മിന ശിർക്കി എന്തിൽ നിന്നുള്ള പേടി, എന്തിനെക്കുറിച്ചുള്ള പേടി? ശിർക്കിനെ കുറിച്ചുള്ള പേടി. ഇതാണ് ഈ ബാബിന്റെ തലക്കെട്ട്. നോക്കൂ, ഇതിന് തൊട്ട് മുമ്പുള്ള ബാബ് എന്താണ്? ബാബു മൻ ഹഖഖ തൗഹീദ് ദഖലൽ ജന്നത ബിഗൈരി ഹിസാബിൻ വല അദാബ്. തൗഹീദ് തഹ്ഖീഖ് നടത്തിയ ആളുകൾ, യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട അങ്ങനെ ജീവിച്ച ആളുകൾ, അവർ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ വിചാരണയോ ശിക്ഷയോ കൂടാതെ പ്രവേശിക്കുന്നതാണ്. ഈ ബാബ് കഴിഞ്ഞിട്ടാണ് ഷേഖ് അൽ ഖൗഫു മിന ശിർക്ക് എന്ന ബാബ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുള്ള കാരണം, ചില ആളുകൾ അവർ തൗഹീദ് തഹ്ഖീഖ് ചെയ്തെന്ന് സ്വയം കരുതിയേക്കും. ഞാനൊക്കെ തൗഹീദ് തികഞ്ഞ ആളാണ്, തൗഹീദ് തഹ്ഖീഖ് നടത്തിയ ആളാണ് ഞാൻ, എനിക്ക് തൗഹീദിൽ യാതൊരു സംശയമില്ല, തൗഹീദ് ഇനി ശിർക്കിനെ കുറിച്ച് എനിക്കൊരു പേടി വേണ്ടതില്ല, എൻ്റെ തൗഹീദൊക്കെ റെഡിയാണ് എന്ന് ചില ആളുകൾ വിചാരിച്ചേക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ തഹ്ഖീഖ് നടത്തിയിട്ടുണ്ടാവില്ല, യഥാർത്ഥത്തിൽ അവൻ തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ടാവുകയില്ല. അവൻ പക്ഷേ അതിനെക്കുറിച്ച് ബോധവാനല്ല. അതാണ് കൂടുതൽ അപകടം, അതാണ് കൂടുതൽ അപകടം. ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലാതിരിക്കുക എന്നതിനേക്കാളും വലിയ അപകടമാണ് തനിക്ക് അറിവില്ല എന്ന ബോധം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ തെറ്റ് മനസ്സിലാക്കുക. ഒന്നും അറിയാത്ത ഒരാൾക്ക് ഹക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നാൽ ബാത്തിൽ പഠിച്ചു വെച്ച ഒരാൾക്കോ ആ ബാത്തിൽ ആദ്യം അയാളുടെ കൽബിൽ നിന്ന് പൊളിച്ചു കളയേണ്ട ആവശ്യം കൂടിയുണ്ട്, എന്നിട്ട് വേണം ഹക്ക് പഠിപ്പിക്കാൻ. എന്നതുപോലെ നമ്മളൊരു കാര്യത്തിലാണെന്ന് വിചാരിക്കുകയും നമ്മൾ അതിലല്ലാതിരിക്കുകയും ചെയ്യുന്നത് വലിയ അപകടമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. അല്ലാഹുവിൻ്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ ആളുകൾക്ക് നാം ഒരു ശൈത്താനെ ഖരീനായി, ഉറ്റകൂട്ടുകാരനായി ഏർപ്പെടുത്തുന്നതാണ്. അവരെന്ത് ചെയ്യും? വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് ഈ പിശാച് അവനെ വഴിതെറ്റിക്കും. പക്ഷെ വയഹ്സബൂൻ, അവർ വിചാരിക്കുന്നത് അന്നഹും മുഹ്തദൂൻ, അവർ ഹിദായത്തിലാണെന്നാണ്. തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ഹത്താ ഇദാ ജാഅനാ, നമ്മുടെ അടുത്തെത്തിയാൽ, ഖിയാമത്ത് നാളായാൽ, പരലോകത്തെത്തിയാൽ, ഖാല യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈനി ഫബിഅ്സൽ ഖരീൻ. ഇവൻ പറയും, നീയും ഞാനും തമ്മിൽ 2 മശ്രിഖ് ചക്രവാളങ്ങൾ തമ്മിലുള്ള, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നീ എൻ്റെ കൂട്ടുകാരനല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫബിഅ്സൽ ഖരീൻ, നീ എത്ര ചീത്ത കൂട്ടുകാരനാണ്. അല്ലാഹു പറയുന്നു, വലയൻഫഅകുമുൽ യൗമ ഇല്ലലംതും അന്നകും ഫിൽ അദാബി മുശ്തരികൂൻ. ഇന്ന് ശിക്ഷയിൽ നിങ്ങൾ 2 പേരും പങ്കാളികളാണ് എന്നത് നിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടാക്കുകയില്ല. പിഴപ്പിച്ച കരീനും പിഴക്കപ്പെട്ടവനും 2 പേരും നരകത്തിലാണ്. പക്ഷെ മറ്റവനുണ്ട് എന്നതുകൊണ്ട് ഇവനൊരു ഉപകാരവുമില്ല. കാരണം ദുനിയാവിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്കെന്ത് തോന്നും? ഒരാശ്വാസം തോന്നും. എന്നെപ്പോലെ വേറെ ആളുകളുണ്ടല്ലോ, നമ്മളെപ്പോലെ വേറെ ആളുകളുണ്ടല്ലോ എന്ന് തോന്നും.
ഒരാശ്വാസമുണ്ടാകും. എന്നാൽ നരകത്തിൻ്റെ ഭീകരത, നരകത്തിൻ്റെ കാഠിന്യം കൊണ്ട് എത്ര പേർ നരകവാസികളെപ്പോലെ വേറെയും ആളുകളുണ്ടായാലും, നരകവാസികൾ വേറെയും നരകവാസികളെ കാണുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് അവർക്ക് യാതൊരു ആശ്വാസവും ഉണ്ടാവുകയില്ല. അത് നരകത്തിൻ്റെ ഭീകരതയാണ്, തീവ്രതയാണ്. നഊദു ബില്ലാഹി മിൻ. എന്നതുപോലെയാണ് അവസ്ഥ. ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. അവർ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് തെറ്റിയിട്ടാണുള്ളത്, പക്ഷേ യഥാർത്ഥ മാർഗത്തിലാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു. അതാണ് മൻ ഹഖഖ തൗഹീദ്. തൗഹീദ് തഹ്ഖീഖ് നടത്തിയിട്ടുള്ള ആളുകൾ അവർക്ക് വിചാരണയും ശിക്ഷയുമില്ലാതെ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിലാണ് എന്ന അധ്യായത്തിന് ശേഷം ബാബുൽ ഖൗഫി മിനശ് ശിർക്ക്. ആരും വിചാരിച്ചു പോകരുത് ഞാൻ തഹ്ഖീഖ് നടത്തിയിട്ടുണ്ട്, ഇനി ഞാൻ തൗഹീദ് പഠിക്കേണ്ടതില്ല, തൗഹീദ് ശിർക്ക് പഠിക്കേണ്ടതില്ല, ശിർക്ക് എന്താണെന്ന് പഠിക്കേണ്ടതില്ല. എന്തിനാണത് പഠിക്കുന്നതെന്ന് വിട്ടു നിൽക്കാനാണ്, അതിൽ ചാടാനല്ല. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ كان الناس يسألون رسول الله صلى الله عليه وسلم عن الخير وكنت أسأله عن الشر مخافة أن يدركني. ജനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈറിനെ കുറിച്ചാണ് ചോദിക്കാറുണ്ടായിരുന്നത്, ഞാൻ ഷർറിനെ കുറിച്ചാണ് ചോദിക്കാറുണ്ടായിരുന്നത്. എന്തുകൊണ്ട്? മഖാഫത അൻ യുദ്രികനി, എന്നെ അത് ബാധിക്കാതിരിക്കുവാൻ. അതുകൊണ്ട് പേടി വേണം. മുഅ്മിനാണോ അവന് പേടി വേണം. ഷിർക്കിനെ കുറിച്ച് ഭയം വേണം, നിഫാഖിനെ കുറിച്ച് ഭയം വേണം. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ മാ അമിനഹു ഇല്ലാ മുനാഫിഖുൻ വമാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ. നിഫാഖിനെ കുറിച്ച് ഭയപ്പെട്ടിട്ടില്ല മുഅ്മിനല്ലാതെ, നിഫാഖിനെ കുറിച്ച് നിർഭയനായിട്ടില്ല മുനാഫിഖ് അല്ലാതെ. മുനാഫിഖ് നിഫാഖ് എനിക്കുണ്ടാകുമോ എന്നവൻ പേടിക്കുകയില്ല, നിർഭയനായിരിക്കും. അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. ഇബ്നു അബി മുലൈക റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞു, ഞാൻ 30ഓളം സഹാബിമാരെ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന നിഫാഖ അലാ നഫ്സിഹി, അവരെല്ലാവരും സ്വന്തം കാര്യത്തിൽ നിഫാഖ് ഭയപ്പെട്ടിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ് രണ്ട് റിവായത്തുകളും. ഹസൻ ബസ്രി പറഞ്ഞത് ഫത്ഹുൽ ബാരിയിലുള്ളതാണ്. ഇബ്നു അബി മുലൈക്കയുടെ റിവായത്ത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതാണ്. എന്നതുപോലെ ആയിരിക്കണം ഒരു മുഅ്മിനിന്റെ അവസ്ഥ. അവൻ പേടിക്കണം, അള്ളാഹുവിനോട് ഇസ്തിആദത്ത് തേടണം, പേടിച്ച് അള്ളാഹുവിനോട് ഇസ്തിആദത്ത് തേടണം. മാത്രമല്ല പഠിക്കണം. നോക്കൂ നിങ്ങൾ, ഈ ഖൗഫ്, ഷിർക്കിൽ നിന്നുള്ള ഖൗഫ്, ഇത് ഈ അധ്യായത്തിന്റെ പേര് തന്നെ അതാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾക്ക് തൗഹീദ്, ഷിർക്കിനെ കുറിച്ചുള്ള ഭയം ഒരാൾക്കുണ്ടായാലുള്ള ഫായിദ എന്താണ്? ഒന്നാമതായി, അയാൾ ഷിർക്കിനെ കുറിച്ചും അതിൻ്റെ ഇനങ്ങളെക്കുറിച്ചും നല്ല ബോധവാനായിരിക്കും. അതയാൾ അറിഞ്ഞു വെക്കും എന്തൊക്കെയാണ് ഷിർക്ക്, അതിൻ്റെ ഇനങ്ങൾ എന്തൊക്കെയാണ്, ചെറിയ ഷിർക്ക് ഏത്, വലിയ ഷിർക്ക് ഏത്, ഷിർക്കായി പോകുന്ന വാക്കുകൾ ഏതൊക്കെ, ഷിർക്കായി പോകുന്ന വിശ്വാസങ്ങൾ ഏതൊക്കെ, അതൊക്കെ അവൻ പഠിച്ചു വെക്കും. അതിനെക്കുറിച്ച് വിവരമുള്ളവനായിരിക്കും അവൻ. രണ്ടാമത്, തൗഹീദും അതിൻ്റെ ഇനങ്ങളും അവൻ പഠിച്ചുകൊണ്ടേയിരിക്കും. ഷിർക്കും അതിൻ്റെ ഇനങ്ങളെക്കുറിച്ച് അവൻ ബോധവാനായിരിക്കും. അതുപോലെ തൗഹീദും അതിൻ്റെ ഇനങ്ങളും അതിനെക്കുറിച്ച് അവൻ പഠിച്ചുകൊണ്ടേയിരിക്കും, പുതുക്കിക്കൊണ്ടേയിരിക്കും. എന്തിനാണ് പുതുക്കുന്നത്? അല്ലെങ്കിൽ മറന്നുപോകും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ മറന്നുപോയതുപോലെ വെറും 40 ദിവസം കൊണ്ട്. മൂസാ നബി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടില്ല, തൗറാത്ത് വാങ്ങാൻ പോയതാണ്. പോകട്ടെ, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ കൂടെയുണ്ട്. പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും കാളക്കുട്ടിനെ ആരാധിക്കാൻ നിർത്തും. സാമിരി പറഞ്ഞു കൊടുത്തു, ഹാദ ഇലാഹുക്കും വ ഇലാഹു മൂസ ഫനസി, ഇതാണ് നിങ്ങളുടെ ഇലാഹ്, മൂസാ നബിയുടെ ഇലാഹ്. ഫനസി, മൂസാ നബി മറന്നുപോയതാണ്, ഇതാണ് ഇലാഹ് എന്ന് പറഞ്ഞപ്പോഴേക്കും അള്ളാഹു ഫിറഔനിൽ നിന്ന് കടല് 2 ഭാഗത്തേക്ക് പിളർത്തി രക്ഷപ്പെടുത്തിയ, മന്നയും സൽവയും ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്ത ആ ഖൗം എന്തായി? അവർ ഷിർക്കിൽ ചാടി. എത്ര വലിയ നിഅമത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. സൂക്ഷിച്ചു വെക്കേണ്ടതില്ല എന്നാണ്. മന്നയും സൽവാൻ തന്നെ മാംസമാണ്, ഒരു തരം പക്ഷിയുടെ മാംസമാണ്.
അത് സൂക്ഷിച്ചു വെക്കേണ്ടതില്ല, മറിച്ച് എല്ലാ ദിവസവും കിട്ടും. ഇന്ന് കിട്ടിയത് അവിടെ എടുത്തു വെക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബനൂ ഇസ്രായേലർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മാംസം കേടുവരില്ലായിരുന്നു. കാരണം ബനൂ ഇസ്രായേലർ അവരോട് വിലക്കപ്പെട്ടിരുന്നു ഇത് സൂക്ഷിച്ചു വെക്കാൻ എന്നത് വിലക്കപ്പെട്ടതാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? സൂക്ഷിച്ചു വെച്ചപ്പോൾ എന്തായി? കേടുവരാൻ തുടങ്ങി. അല്ലെങ്കിൽ മാംസം കേടുവരില്ലായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അവര് വേണ്ടാത്ത പണിയെടുത്തു എന്നാണ്, അവര് അനാവശ്യമായ പണിയെടുത്തു. അതുകൊണ്ട് തൗഹീദ് പുതുക്കിക്കൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊക്കെ ഖൗഫ് ഉണ്ടായാലുള്ള ഗുണങ്ങളാണ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ വളരെ പേടിക്കേണ്ട കാര്യമാണ് ശിർക്ക്, വലുതും ചെറുതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഏറ്റവും പേടിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ശിർക്കാണ്. മസീഹുദ്ദജ്ജാലിനേക്കാളും ഞാൻ പേടിക്കുന്നത് എന്താണ്? മറഞ്ഞിരിക്കുന്ന ശിർക്ക്, റിയാ. മസീഹുദ്ദജ്ജാലിൻ്റെതാണ് ഏറ്റവും വലിയ ഫിത്ന. ഈ ലോകത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ കാലത്തുണ്ടായ അവിടുത്തേക്ക് എതിരിൽ ഖവാരിജികൾ ഉണ്ടാക്കിയ ഫിത്നയുണ്ടല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം. ഉമറാണ് ഫിത്നയെ തടുക്കുന്ന ബാബ്. ഫിത്നക്ക് മുൻപിലുള്ള ബാബ് ഏതാണ്? വാതിലേതാണ്? ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ഉള്ള സദസ്സിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, ആർക്കാണ് ഫിത്നയെക്കുറിച്ച് ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അറിയുന്നത്? അപ്പോൾ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കറിയാം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കും, ഇന്നക ലജരീഉൻ, താങ്കൾ അത് നന്നായി പഠിച്ച ആളാണെന്ന് എനിക്കറിയാം. ഫിത്നയെക്കുറിച്ച് പഠിച്ച ആളാണ് താങ്കൾ എന്ന് എനിക്കറിയാം. പറഞ്ഞു തരൂ, എന്താണ് ഫിത്ന? അപ്പോൾ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ പറഞ്ഞു, ഒരാൾക്ക് അയാളുടെ സമ്പത്തിലും മക്കളിലും ഭാര്യമാരിലും അയൽവാസികളിലുമൊക്കെ ഫിത്നയുണ്ടാകും. നമസ്കാരവും സകാത്തും നോമ്പും ഒക്കെ അതുകൊണ്ടുണ്ടാകുന്ന തെറ്റുകളെ മായ്ച്ചു കളയും. ഇതാണ് ഫിത്ന എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അതല്ല ഞാൻ ചോദിച്ചത്, ആ ഫിത്നയെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഇതെല്ലാവർക്കുള്ള ഫിത്നയാണ്, ഏത് കാലത്തും എല്ലാ കാലത്തുമുള്ള ഫിത്നയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തായാലും അവസാന കാലത്തായാലും എല്ലാ കാലത്തും എല്ലാവർക്കും ഉള്ളതാണത്. ഇവരുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ, പണക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഉള്ളതാണ്. മറിച്ച് ഞാൻ ചോദിക്കുന്ന ഫിത്ന ഇതല്ല. ഞാൻ ചോദിക്കുന്ന ഫിത്ന തമൂജു മൗജൽ ബഹർ, കടലിലെ തിരമാലകളെ പോലെയുള്ള ഫിത്നകളാണ് ഞാൻ ചോദിക്കുന്നത്. വീണ്ടും 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 വരുന്ന ഫിത്നകൾ, ആളുകളെ ദീൻ നശിപ്പിച്ച് കളയുന്ന ഫിത്നകൾ. കടലിലെ തിരമാല എന്താണ്? ഒന്നിനു ശേഷം മറ്റൊന്നങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, ഫിത്നകൾ, ഒരു ഫിത്ന വന്നാൽ അതിനു മുമ്പേ കഴിഞ്ഞ ഫിത്നയെ അത് ലഘൂകരിക്കും. ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫിത്ന വന്ന് അടുത്തത് വന്നാൽ ജനങ്ങൾക്ക് തോന്നും കഴിഞ്ഞു പോയത് എത്രയോ നിസ്സാരമായിരുന്നു, ഇതാണ് ഏറ്റവും വലുത് എന്ന് ജനങ്ങൾക്ക് തോന്നുമെന്നാണ്. കാരണം അടുത്തത് കഴിഞ്ഞു പോയതിനെ ലഘൂകരിക്കും. അങ്ങനെയുള്ള കടലിലെ തിരമാലകൾ പോലെയുള്ള ഫിത്നകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ പറഞ്ഞു, അത് നിങ്ങൾ പേടിക്കണ്ടല്ല. ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയണം, നിങ്ങളത് പേടിക്കണ്ടല്ല. കാരണം താങ്കൾക്കും ആ ഫിത്നകൾക്കും ഇടയിൽ ഒരു ബാബുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു കൊടുത്തു. ഉമർ ചോദിച്ചു, അയുക്സറു ഹാദൽ ബാബ്, ഈ വാതിൽ പൊളിക്കപ്പെടുകയാണോ ചെയ്യുക, അതല്ല തുറക്കപ്പെടുകയാണോ ചെയ്യുക? അപ്പോൾ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ പറഞ്ഞു, ബലിയുക്സർ, അത് പൊളിക്കപ്പെടുകയാണ് ചെയ്യുക, തകർക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, എങ്കിൽ പിന്നെ അത് അടക്കപ്പെടുകയില്ല. തുറന്നാണെങ്കിൽ പിന്നെ അടക്കാലോ, പൊളിച്ചു കളഞ്ഞാൽ പിന്നെ അടക്കാൻ സാധിക്കില്ല, എങ്കിൽ അത് അടക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ് നിർത്തി. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ അവിടുന്ന് പിരിഞ്ഞു. പിന്നെ ഒരാൾ ഈ സംഭവം അറിഞ്ഞിട്ട് ഹുദൈഫാനോട് ചോദിക്കുകയാണ്, അല്ല, ഉമറിനറിയുമോ ആ വാതിൽ ഏതാണെന്ന്? ഹുദൈഫ പറഞ്ഞു, ഇന്ന് ഈ രാത്രി കഴിഞ്ഞാൽ പിന്നെ നാളെയാണ് എന്നതുപോലെ അറിയാം. രാത്രി കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള എന്താ നാളെ എന്നതുപോലെ
ഉമറിനറിയാം ആ ബാബ് ഏതാണെന്ന്. അപ്പോൾ ചോദിച്ചു, ഏതാണ് ആ ബാബ്? ഉമറാണ് ആ ബാബ്, ഉമർ തന്നെയാണ് ആ ബാബ്. ഉമറിന്റെ കാലത്ത് എന്തില്ല? ഇങ്ങനത്തെ യാതൊരു ഫിത്നകളും തിരമാലകൾ കണക്കുള്ള ഫിത്നകളില്ല. ഉമറുൽ ഖത്താബ് ഒരു വഴിയിൽ പ്രവേശിച്ച ശൈത്താൻ തന്നെ കൊടുക്കളെ ആ വഴിയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നബി ഇരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകളൊക്കെ കൂടിയിട്ട് നബിനോട് പലതും ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലതും ചോദിക്കുകയാണ്, സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ അവരുടെ ശബ്ദമൊക്കെ ഇങ്ങനെ ഉയർന്നു, ശബ്ദമൊക്കെ കുറച്ച് ഉയർന്നു. അപ്പോഴാണ് അവിടുത്തേക്ക് ആര് കയറി വരുന്നത്? ഇത് ബുഖാരിയുടെ റിവായത്തിലുള്ളതാണ്. ഉമറുൽ ഖത്താബ് കയറി വരാണ്. ഉമറുൽ ഖത്താബിനെ കണ്ടുകൊടുത്ത പെണ്ണുങ്ങളൊക്കെ 4 ഭാഗത്ത് കൂടി, എന്നിട്ട് ഉള്ളിലേക്ക് കയറി. പിന്നെ അവരാരെയും കാണാനില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. ഉമർ ചോദിച്ചു, എന്തിനാണ് നബിയെ ഞങ്ങൾ ചിരിക്കുന്നത്? പറഞ്ഞു, ഇവരൊക്കെടുണ്ടായിരുന്നു. ഉമർ വരുന്നുണ്ടപ്പോൾ എന്തായി? എല്ലാം കൂടി. അപ്പോൾ ഉമറിന് ദേഷ്യം പിടിച്ചു. ഉമർ പറഞ്ഞു, പെണ്ണുങ്ങളെ, എന്നെയാണ് നിങ്ങൾ പേടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേടിക്കാതെ റസൂലുള്ളാഹിനോട് കാണിക്കാത്ത ബഹുമാനം എന്നോടാണ് കാണിക്കുന്നത്? അപ്പോൾ സ്ത്രീകളിൽ ഒരാൾ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അൻത അഫദ് വഅഗ്ലദ് മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തന്നെ, കാരണം നിങ്ങൾ റസൂലുള്ളാഹിനേക്കാളും പരുക്കനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും കുറച്ച് ഒരള്ള ആളാണ് എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഈ ഹദീസ്. ഏത്? ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ ആ വഴിയിൽ നിന്ന് മാറിക്കളയും. ഇതാണ് ആ ഹദീസ് പറയാനുള്ള സാഹചര്യം. അങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അർദാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഖദ് കാന ഫീമാ മളാ ഖബ്ലകും മിനൽ ഉമമി മുഹദ്ദസൂൻ وإنه إن كان في أمتي هذه منهم فإنه عمر بن الخطاب. إنه قد كان فيما مضى قبلكم من الأمم محدثون. നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ ചില തലമുറകളിൽ ചില ആളുകളുണ്ട്, മുഹദ്ദസൂൻ, സംസാരിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ നാവിലൂടെ ഹക്കിങ്ങനെ വരും. അവർ പറയുന്ന കാര്യം സത്യമായിരിക്കും, ഒരു ഉൾവിളി അവർക്കുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞ തലമുറയിൽ, കഴിഞ്ഞ സമുദായങ്ങളുണ്ടായിരുന്നു. വഇന്നഹു ഇൻ കാന ഫീ ഉമ്മതി ഹാദിഹി മിൻഹും ഫഇന്നഹു ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ ഉമ്മത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബാണ് എന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു അർദാഹ്. ആ ഉമറാണ് ഫിത്നകൾക്കിടയിലുള്ള ബാബ്. അത് തകർക്കപ്പെടുമെന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടും എന്നാണ് അതിന്റെ ഉദ്ദേശം. അതാർക്കറിയാം? ഉമർ ഇബ്നുൽ ഖത്താബിനറിയാം. ഉഹദ് മലയുടെ മുകളിൽ കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റസൂലുണ്ട്, അബൂബക്കറുണ്ട്, ഉസ്മാനുണ്ട്, ഉമറുണ്ട്, ഉസ്മാനുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് വിറച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ് ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, നീ മിണ്ടാതിരിക്കും, നിന്റെ മുകളിലുള്ളത് ഒരു നബിയും ഒരു സിദ്ദീഖും 2 ഷഹീദുകളുമാണ്. 2 ഷഹീദുകളാരാ? ഉസ്മാൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളിൽ വ്യക്തമായതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ നമസ്കരിച്ചുകൊണ്ടിരിക്കെ അവിടുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നിൽ വന്നിട്ട് അബൂ ലുഅത്തുൽ മജൂസി അവൻ വന്നിട്ട് കുത്തുന്നത്. കുത്തിയതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് ഒരുപാട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ മരണപ്പെട്ടിട്ടില്ല, ഒരുപാട് നേരം സംസാരിക്കും. ഉമർ ഖത്താബ് ചോദിക്കും, ആരാണ് എന്നെ കുത്തിയത്? ഇപ്പം പറഞ്ഞു, ഇന്ന് അടിമയാണ്, മജൂസിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നാളെ അവൻ ഒരു കാഫിറായത്, എന്നെ കുത്തിയത് ഒരു കാഫിറായത് ഭാഗ്യം. നാളെ അവന്റെ നിസ്കാരവും കൊണ്ട് എന്നോട് അവൻ തർക്കിക്കാൻ വരികയില്ലല്ലോ. പരലോകത്ത് അവന്റെ നിസ്കാരവും കൊണ്ട് എന്നോട് തർക്കിക്കാൻ വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇസ്തഖ്ലിഫ് യാ അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചപ്പോൾ ഉമർ പറഞ്ഞു, ഇനി ഞാൻ അമീറുൽ മുഅ്മിനീൻ അല്ല, ഞാൻ പോകാൻ പോവുകയാണ്. നിങ്ങൾ ഇസ്തഖ്ലിഫ്, ഖലീഫയെ തീരുമാനിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? ഖലീഫയെ തീരുമാനിക്കുകയില്ല, മറിച്ച് ഒരു ഷൂറ, അവരെ തീരുമാനിക്കും, അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഷൂറയിൽ ആരൊക്കെയുണ്ട്? ഉസ്മാൻ, അലി, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. 6 ആളുകൾ. ഇവർ മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തൃപ്തിപ്പെട്ടിട്ടാണ് മരണപ്പെട്ടത് എന്ന് ഉമറുൽ ഖത്താബ് പറഞ്ഞു. അങ്ങനെ ഇവർ തീരുമാനിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, അടുത്ത ഖലീഫയോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്,
മുഹാജിറുകളെക്കുറിച്ച് അൻസാറുകളെക്കുറിച്ച് അവരെ പരിഗണിക്കണം. അതുപോലെ ഉമറുൽ ഖത്താബ് ആളുകളെ പറഞ്ഞയച്ചു, ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയി അനുമതി ചോദിക്കൂ എന്നെ എൻ്റെ 2 കൂട്ടുകാരുടെ കൂടെ ഖബറടക്കാൻ അനുമതി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അനുമതി ചോദിച്ച് ഉമറിനോട് വന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോഴൊന്നും ഉമർ മരണപ്പെട്ടിട്ടില്ല. പിന്നീടാണ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഇങ്ങനെയാണ് ഉമറാണ് ഫിത്നയുടെ ബാബ്. ഇങ്ങനെ അതിനുശേഷം ആണ് പിന്നീട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുനാഫിഖുകൾ, ഖവാരിജികൾ അവരൊക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാനെ കുറിച്ച് ഇല്ലാത്തത് പലതും പ്രചരിപ്പിക്കുകയും അവിടുത്തെ പിന്നീട് അവസാനം തടഞ്ഞു വെക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അന്ന് തുടങ്ങിയ ഫിത്നകൾ അതിന്റെ അവസാനം എവിടെയാണ്? മസീഹുദ് ദജ്ജാലാണ്. ഏറ്റവും വലിയ ഫിത്ന അവനാണ്. അവനെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ശിർക്ക് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം അതിനെ ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്, ഇസ്തിആദത്ത് തേടേണ്ടതുണ്ട് അതിനെതിരിൽ. ഈ അധ്യായത്തിൽ ആദ്യമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ കിതാബിൽ ആയത്ത് ഉദ്ധരിക്കുകയാണ്. വഖൗലില്ലാഹി തആല, അള്ളാഹുവിന്റെ ഈ വാക്കും എന്താണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ضل ضلالا മുബീനാ. അവിടെ ലിമൻ യശാ അൽ ആയ എന്ന് പറഞ്ഞാൽ ആ ആയത്ത്. അപ്പോൾ ബാക്കിയും കൂടി മനസ്സിലാക്കണമെന്നാണ്. ഏത് സൂറത്തിലെ ആയത്താണത്? സൂറത്തുൻ നിസായിലെ 48ാമത്തെ ആയത്താണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. ഞാൻ നേരത്തെ ഓതിയതുപോലെ അങ്ങനെയും ഖുർആനിൽ വന്നിട്ടുണ്ട്. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ضل ضلالا മുബീന. തുടക്കം ഇങ്ങനെ, അവസാനം. സൂറത്തുൻ നിസായിലെ അവസാനം എന്താണ്? വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. അതിൽ ആദ്യത്തെ ഭാഗം മാത്രമാണ് ശൈഖ് ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു, എന്താണ് ലാ യഗ്ഫിറു? പൊറുക്കുകയില്ല. ഗഫറ, പുറത്തു കൊടുത്തു. ഗഫറ, പുറത്തു കൊടുത്തു. അതിന്റെ മുദാരിയാണ് യഗ്ഫിറു. ലാ യഗ്ഫിറു എന്നാൽ അവൻ പൊറുക്കുകയില്ല. അൻ യുശ്റക ബിഹി, അശ്റക എന്ന് പറഞ്ഞാൽ പങ്കു ചേർത്തു. യുശ്രികു, പങ്കു ചേർക്കുന്നു. ഇത് അതിന്റെ മജ്ഹൂലായ സിഗയാണ്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്ത ആളെ പറയാതെ. ഉശ്രിക യുശ്റകു. ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അൻ വന്നതുകൊണ്ട് യുശ്റക എന്നായി. കാഫിന് ഫത്ഹ് വന്നു, നസ്ബ് ചെയ്തു. അൻ യുശ്റക ബിഹി, അവനിൽ ശിർക്ക് വെക്കപ്പെടുന്നത്, പങ്കു ചേർക്കപ്പെടുന്നത് അവൻ പൊറുക്കുകയില്ല. ആരായാലും. ഫായിലിന് പറഞ്ഞില്ല, ഇന്നാൾ എന്ന് പറഞ്ഞില്ല. പങ്കു ചേർക്കപ്പെടുന്നത് അവൻ പൊറുക്കുകയില്ല. അപ്പൊ ആരായാലും ശരി, ആരായാലും ശരി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അവൻ ഒരിക്കലും പൊറുക്കുകയില്ല. അവൻ എത്ര വലിയ പണക്കാരനായാലും, എത്ര വലിയ തറവാട്ടിൽ പിറന്നാലും, എത്ര മഹാന്മാരായ ആളുകളുടെ ബന്ധുക്കളായിരുന്നാലും. അങ്ങനെയാണെങ്കിൽ നബിമാരുടെ ഉറ്റ ബന്ധുക്കൾ മുശ്രിക്കുകളായിട്ടും അവർ രക്ഷപ്പെടണമായിരുന്നു. അങ്ങനെ ആയിട്ടില്ല. ആരായാലും ശരി, അത് അവർക്ക് ഉപകാരപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ, ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ. ഓരോരുത്തരെ വിളിച്ചിട്ട് പറഞ്ഞു, ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൽ നിന്ന് നിനക്ക് വേണ്ടി ഒന്നും നേടിത്തരാൻ എനിക്ക് സാധിക്കുകയില്ല. ഓരോരുത്തരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പറഞ്ഞു എന്നാണ്. വഅൻദിർ അശീറതകൽ അഖറബീൻ എന്ന സൂറത്തു ശുഅറായിലെ ആയത്ത് അവതരിച്ചപ്പോൾ, വഅൻദിർ, നീ താക്കീത് ചെയ്യുക, അശീറതകൽ അഖറബീൻ, നിന്റെ അടുത്ത ബന്ധുക്കളെ. ലാ യഗ്ഫിറു, അല്ലാഹു പൊറുക്കുകയില്ല, അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത്. വയഗ്ഫിറു, അല്ലാഹു പൊറുക്കും. അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് അള്ളാഹു. പൊറുക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു ഒഴിവാക്കി പറയുകയാണ്, വയഗ്ഫിറു, അള്ളാഹു പൊറുക്കും, മാ ദൂന ദാലിക, അതിന് താഴെയുള്ളത്, അതല്ലാത്തത്. ദൂന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ താഴെയുള്ളത് എന്നാണ് അർത്ഥം. അതുപോലെ അതല്ലാത്തത് എന്ന അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. രണ്ടർത്ഥം ഇവിടെ ശരിയാണ്. ഷിർക്കല്ലാത്തത് അള്ളാഹു പൊറുക്കും, ഷിർക്കല്ലാത്തതൊക്കെ ഷിർക്കിന്റെ താഴെയാണ്.
താഴെ എന്ന് അർത്ഥമുണ്ട്, വേറെ എന്നും ദൂന രണ്ടർത്ഥത്തിലും പ്രയോഗിക്കപ്പെടാറുണ്ട്. പക്ഷേ രണ്ടും പരസ്പരം യോജിക്കുന്ന അർത്ഥമാണ്. ഷിർക്കല്ലാത്തത് എല്ലാ ഷിർക്കല്ലാത്തതെല്ലാം ഷിർക്കിന്റെ താഴെയാണ്. അതുപോലെ തന്നെ മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമേ ഉള്ളത് എന്നർത്ഥം. അതുപോലെ ഞാൻ നേരത്തെ അർത്ഥം അവിടെ തട്ടിച്ചു നോക്ക്. അള്ളാഹുവിന് താഴെയുള്ളത് എല്ലാം അള്ളാഹ്ക്ക് താഴെയാണ്. ബാക്കിയെല്ലാം അള്ളാഹുവിന്റെ താഴെയാണ്. അള്ളാഹുവിന് മുകളിൽ ഒന്നുമില്ല, അവനാണ് ഏറ്റവും മുകളിൽ. അൽ അഅല, ഏറ്റവും മുകളിൽ. അള്ളാഹുവിന് പുറമേ ഉള്ളത് എന്ന് പറയുന്നതും അള്ളാഹ്ക്ക് താഴെയുള്ളത് എന്ന് പറയുന്നത് രണ്ടും ശരിയാണ്. അള്ളാഹ്ക്ക് താഴെയാണ് എല്ലാം. ഏറ്റവും മുകളിലുള്ളത് റബ്ബുൽ ആലമീനാണ്. താഴെയാവുക എന്നത് ഒരു ന്യൂനതയാണ്. മുകളിൽ എന്തെങ്കിലും ഉണ്ടാകുക എന്നത് ഒരു നഖ്സാണ്, ഒരു കുറവാണത്. ഒരു കുറവും ന്യൂനത ഉള്ള ഒരു വിശേഷണവും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനില്ല. എല്ലാം കമാലാണ്, എല്ലാം പൂർണ്ണതയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുകളിൽ ഒന്നില്ല, അള്ളാഹ്ക്ക് മുമ്പ് ഒന്നില്ല, അള്ളാഹുവിനേക്കാളും വലുത് ഒന്നില്ല. ഒന്നിനേക്കാളും മറ്റൊന്ന് വലുതാണെങ്കിൽ ഏതാണോ ചെറുത് അതിന് ന്യൂനതയുണ്ട്. അതൊരു ന്യൂനതയാണ്, ചെറുതായിരിക്കുക എന്നുള്ളത്. ആ ന്യൂനത അള്ളാഹുവിനില്ല. അവൻ അക്ബറാണ്, ഏറ്റവും വലിയവൻ. അവനേക്കാളും മുകളിൽ ഒന്നുണ്ടായിരിക്കുക എന്നത് അവനില്ല, അവൻ ഏറ്റവും മുകളിലാണ്. മുകളിലേക്ക് കയറുമ്പോൾ സഹാബത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിരുന്നു, താഴേക്ക് ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു. അതിന് ചില ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: മുകളിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, ഞാൻ എത്ര മുകളിലെത്തിയാലും എനിക്ക് മുകളിൽ ആരുണ്ട്? അള്ളാഹുണ്ട്. ഒരാൾക്ക് എത്ര ഇൽമുണ്ടെങ്കിലും ഏറ്റവും ഇൽമുള്ളവൻ ആരാണ്? അള്ളാഹുവാണ്. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, അള്ളാഹു പറഞ്ഞതാണ്. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ വിവരമുള്ളവന്റെയും മുകളിൽ അവനെക്കാളും വിവരമുള്ള ഒരാളുണ്ടാവും. അങ്ങനെ അയാളെക്കാളും വിവരമുള്ള ഒരാളുണ്ടാവും. ഇത് അവസാനിക്കുക അള്ളാഹുവിനാണ്. പിന്നെ അള്ളാഹുവിന് മുകളിൽ ഒരു അലീമില്ല എന്നതുപോലെ മദൂന ദാലിക, അതിനെ താഴെയുള്ളത്, അതല്ലാത്തത് അവൻ പുറത്തു കൊടുക്കും. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ലിമൻ, മൻ എന്ന് പറഞ്ഞാൽ ആരാണോ, ലിമൻ ആർക്കാണോ, യശാഉ അവൻ ഉദ്ദേശിക്കുന്നത്. ഷാ എന്നതിന്റെ മുദാരിയാണ് യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അള്ളാഹുവിന് മശീഅത്തുണ്ട്, അവന്റെ ഒരു സിഫത്താണ് മശീഅ, അവൻ ഉദ്ദേശിക്കും. ഇറാദ, മശീഅ, അള്ളാഹു ഉദ്ദേശിക്കുന്നവനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ ഒന്നും ഇവിടെ നടക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവയിൽ അവൻ ഇഷ്ടപ്പെടുന്നതും ഉണ്ടാകും, ഇഷ്ടപ്പെടാത്തതും ഉണ്ടാകും. അവൻ ഇഷ്ടപ്പെടുന്നതും ഉദ്ദേശിക്കും, ഇഷ്ടപ്പെടാത്തതും അവൻ ഉദ്ദേശിക്കും. ഷിർക്കും കുഫ്റൊക്കെ ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. പിന്നെ അള്ളാഹു ഇവിടെ അത് നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ്? അതിന്റെ പിന്നിൽ അവന്റെ ഒരുപാട് ഹിക്മ, അവൻ മാത്രം അറിയുന്ന ഒരുപാട് ഹിക്മത്ത് ഉണ്ട്. നമുക്ക് ചിലത് അവൻ അറിയിച്ചു തന്നിട്ടുമുണ്ട്. മദൂന ദാലിക ലിമൻ യശാ അൽ ആയ, ആ ആയത്ത് നോക്ക്. ഈ ആയത്ത് മാത്രം മതി ഒരാൾ ശിർക്കിന് അങ്ങേയറ്റം ഭയപ്പെടുവാൻ. അള്ളാഹു പറയുകയാണ് അവൻ അത് പൊറുക്കുകയില്ല, അതല്ലാത്തതൊക്കെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അപ്പൊ എത്ര ഒരു മുസ്ലിം ഭയപ്പെടണം, എത്ര ഭയപ്പെടണം. ഏറ്റവും വലുത് അതാണ്, ഏറ്റവും വലിയ തെറ്റതാണ്. എല്ലാ അമലും പൊളിഞ്ഞു പോകുന്നത് ഷിർക്ക് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം എല്ലാ സമയത്തും അത് ഭയപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇതിനെ നേരെ തിരിച്ചാണ് തൗഹീദ്. തൗഹീദിനോളം വലിയ നന്മ മറ്റൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ നന്മ. അതില്ലാത്തവന് മറ്റെന്ത് യോഗ്യത ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. എത്ര വലിയ യോഗ്യത ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. അവൻ അള്ളാഹുവിങ്കിൽ യാതൊരു വിലയുമില്ല. അള്ളാഹുവിങ്കിൽ അവന് യാതൊരു വിലയുമില്ല. മാത്രമല്ല ഈ ലോകം ഇതുപോലെ നിലനിൽക്കുന്നത് ഇവിടെ തൗഹീദുള്ള ആളുകളുള്ളത് കൊണ്ടാണ്. ആകാശവും ഭൂമിയും ഇവിടെ നിലനിൽക്കുന്നത് തൗഹീദുള്ള ആളുകളുള്ളത് കൊണ്ട് മാത്രമാണ്. ഷിർക്കിന്റെ ഗൗരവം എന്താണ്? തകാദു സ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദ് വതഖിറുൽ ജിബാലു ഹദ്ദാ. അതാണ് ഷിർക്കിന്റെ ഗൗരവം. അൻ ദഅഉ ലിർറഹ്മാനി വലദാ. ആകാശങ്ങൾ പൊട്ടിപ്പിളരുമാറാകുന്നു, ഭൂമി വിണ്ടുകീറുമാറാകുന്നു, പർവ്വതങ്ങൾ തകർന്നു പോകുമാറാകുന്നു. അവർ അള്ളാഹുവിന് വലതുണ്ട്, സന്താനമുണ്ടെന്ന് വാദിച്ചതിനാൽ. ഷിർക്കിന്റെ ഗൗരവം അതാണ്. താങ്ങുകയില്ല, ആകാശങ്ങളും ഭൂമിയും താങ്ങുകയില്ല ഷിർക്ക്. തൗഹീദ് അങ്ങനെ തന്നെയാണ്. ഏഴാകാശങ്ങളും അവയിലുള്ളവരും, 7 ഭൂമികളും അവരിലുള്ളവരും
ഒരു തുലാസിന്റെ ഒരു ഭാഗത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഭാഗത്തുമാണെങ്കിൽ ഏതാണ് തൂങ്ങുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് തൂങ്ങുക. അതാണ് തൗഹീദിന്റെ ഭാരം. നേരെ തിരിച്ച് ശിർക്കിന്റെ ഗൗരവം ഇതാണ്. അത് തെളിയിക്കുന്ന ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. ലാ തഖൂം കിതാബിലില്ല ലാ തഖൂമു സ്സാഅതു ഹത്താ ലാ യുഖാല ഫിൽ അർദി അല്ലാഹ് അല്ലാഹ്. റസൂലുള്ളാഹി പറയുകയാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഭൂമിയിൽ അല്ലാഹ് അല്ലാഹ് എന്ന് വിളിക്കപ്പെടാത്ത കാലത്തല്ലാതെ. അപ്പൊ അള്ളാഹനെ മാത്രം വിളിക്കുന്ന കാലം ഇല്ലാതായാലാണ് എന്ത് സംഭവിക്കുക? ഖിയാമത്താണ് സംഭവിക്കുക. മറ്റൊരു റിവായത്തിൽ കാണാം, ലാ തഖൂമു സ്സാഅതു അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരാളുടെ മുകളിൽ ഒരിക്കലും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അപ്പൊ ഖിയാമത്ത് നാൾ നടക്കണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് ഇല്ലാതായി പോണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികളെ നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ്? തൗഹീദ് കൊണ്ടാണ്. അത് മുഴുവൻ തൗഹീദിന്റെ ആളുകളും മരിച്ചു തീർന്നാലാണ് അള്ളാഹു ഇവിടെ ഖിയാമത്ത് നാള് സംഭവിപ്പിക്കുക. ആലോചിച്ച് നോക്കുക, അതിന്റെ ഗൗരവം എത്ര ഗൗരവമുള്ളതാണ്. തൗഹീദിന്റെ മഹത്വം എത്രയാണ്, ശിർക്കിന്റെ ഗൗരവം എത്രയാണ്, അതിനെത്രമാത്രം നമ്മൾ വെറുക്കണം, എത്രമാത്രം വെറുപ്പ് നമുക്ക് അതിനോടുണ്ടാകണം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അതുകൊണ്ടാണ് അള്ളാഹു അത് പൊറുക്കാത്തത്. അതൊരിക്കലും പൊറുക്കപ്പെടുകയില്ല. കാരണം അള്ളാഹു നമ്മളെ പഠിച്ചിട്ടുള്ളത് അവന്റെ അബ്ദാകാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്റെ അടിമ എനിക്ക് ഇബാദത്ത് ചെയ്യണം, എനിക്ക് മാത്രം, അതവൻ മറ്റൊരാൾക്കും കൊടുക്കാൻ പാടില്ല. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം. മാത്രമല്ല ഈ ആയത്തിൽ നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ ഖവാരിജികൾക്ക് റദ്ദുണ്ട്, ഖവാരിജികൾക്ക് മറുപടി ഉണ്ട് ഈ ആയത്തിൽ. കാരണം ഖവാരിജികൾ എന്ന കക്ഷി അവരുടെ വാദം എന്താണ്? വൻ പാപങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ്. വൻ പാപങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് തന്നെയാണ് സഹാബത്തിനെ അവർ കാഫിറാക്കിയിട്ടുള്ളത്. അലി ബിൻ അബി താലിബിന്, മുആവിയ റളിയല്ലാഹു അൻഹുമ, ഇവർക്ക് കാഫിറാണെന്ന് പറഞ്ഞു. അവരുടെ നേതാവാണ് ദുൽഖുവൈസിറ എന്നവൻ അവരുടെ നേതാവാണ്. അവന്റെ പിൻഗാമികളാണ് ഖവാരിജികൾ. അവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്ത് വീതം വെക്കുമ്പോൾ, ഗനീമത്ത് വീതം വെക്കുമ്പോൾ ഫത്ഹ് മക്കയ്ക്ക് ശേഷം, മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴടങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ഹുനൈൻ ഉണ്ടായി. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സ്വത്ത് കൊടുത്തത് ആർക്കറിയോ? മുഹാജിറുകൾക്കാണ്, മക്ക ഖുറൈശികൾക്കാണ്. അപ്പൊ മുസ്ലിങ്ങളായ ഖുറൈശികളുണ്ടല്ലോ, അതുവരെ മുശ്രിക്കുകളായിരുന്നവർ. അൻസാറുകൾക്ക് അതുകൊണ്ട് വിഷമമുണ്ടായിരുന്നു, അൻസാറുകൾക്ക് വിഷമമുണ്ട്. പക്ഷേ ദുൽഖുവൈസിറ പറഞ്ഞ പോലത്തെ വാക്കൊരിക്കൽ അൻസാരികൾ പറഞ്ഞിട്ടില്ല. അൻസാരികൾ വിഷമത്തോടെ പരസ്പരം അവരിലെ സാധാരണക്കാരായ ആളുകൾ പറഞ്ഞു, നോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾക്കാണ് ഗനീമത്ത് മുഴുവൻ കൊടുത്തത്, ഞങ്ങളുടെ വാളിന്ന് അവരുടെ ചോര ഇറ്റി തീർന്നിട്ടില്ല, ഞങ്ങളുടെ വാളുകളിൽ നിന്ന് ഖുറൈശികളുടെ ചോര ഇനി ഇറ്റി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരോട് ശിർക്കിന്റെ പേരിൽ ഇത്ര കാലം ജിഹാദ് നടത്തിയവരാണ് ഞങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചപ്പോൾ ആർക്കാ കൊടുത്തത്? അവർക്ക് തന്നെ കൊടുത്തു എന്ന് പറഞ്ഞവർക്ക് വിഷമം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞു, അൻസാറുകളുടെ അടുത്തേക്ക് ചെന്നു. അൻസാറുകളെ മാത്രം വിളിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞതായി ഞാൻ അറിഞ്ഞു. അപ്പൊ അവരിലെ വിവരമുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ സാധാരണക്കാരാണ് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ജനങ്ങളൊക്കെ ദീനാറും ദിർഹമും കൊണ്ടുപോവുകയും നിങ്ങൾ മുഹമ്മദിനെയും കൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്നിട്ട് പറഞ്ഞു, ഹിജറ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരികളിൽ ഒരുവനാകുമായിരുന്നു. ജനങ്ങളൊക്കെ ഒരു താഴ്വരയിലും അൻസാരികൾ ഒരു താഴ്വരയിലും ആയാൽ ഞാൻ അൻസാരികളുടെ കൂടെയാണ് പ്രവേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അവരാരാണ്? വല്ലദീന തബവ്വഉ അദ്ദാറ വൽ ഈമാന, അവർ ഈമാനും അവരുടെ വീടുകളും ഒരുക്കി വെച്ച ആളുകളാണ് മുഹാജിറുകൾക്ക് വേണ്ടി. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ അവരുടെ ആവശ്യങ്ങൾ ഉണ്ടായിട്ടും മുഹാജിറുകളെ പരിഗണിച്ച ആളുകളാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് അൻസാരിയായ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ അവിടെ ചെന്നപ്പോൾ എന്താ പറഞ്ഞത്?
ഇതാ എനിക്ക് എൻ്റെ സ്വത്ത് ഞാൻ എനിക്ക് പകുതി തരാം, എനിക്ക് 2 ഭാര്യമാരുണ്ട്, 2 പേരെ നീ നോക്കി ആരെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ അവളെ തലാക്ക് ചെല്ലാം, എന്നിട്ട് ഇദ്ദ പൂർത്തിയാക്കിയാൽ നീ വിവാഹം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, ബാറക്കല്ലാഹു ഫി അഹ്ലിക വ മാലിക്, അള്ളാഹ് നിന്റെ സ്വത്തിലും കുടുംബത്തിലൊക്കെ ബർക്കത്ത് തരട്ടെ, എനിക്ക് ചന്ത കാണിച്ചു തന്നാൽ മതി, സൂക്ക് കാണിച്ചാ. അങ്ങനെ പറഞ്ഞു. അബ്ദുറഹ്മാൻ ഔഫ് പോയി കച്ചവടം ചെയ്തു. അബ്ദുറഹ്മാൻ ഔഫ് ഒരു കല്ലെടുത്ത് പൊക്കി നോക്കി അവിടെയും സ്വർണ്ണം ഉണ്ടാകും എന്നതുപോലെയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് അള്ളാഹു കച്ചവടത്തിൽ ലാഭം കൊടുത്തിരുന്നത്. വെറുതെ ഒരു കല്ലെടുത്ത് പൊക്കി നോക്കിയാൽ അവിടെയും സ്വർണം ഉണ്ടാകും എന്നതുപോലെ അള്ളാഹു ബർക്കത്ത് കൊടുത്ത സഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മിൻ അൽ-അശറത്തിൽ മുബശ്ശറൂന ബിൽ ജന്ന, മിൻ അൽ-അശറത്തിൽ മുബശ്ശരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബത്തിൽ ഒരാളാണ്. അതാണ് അൻസാറുകൾ, അങ്ങേറ്റം കൊടുത്ത ആളുകൾ. അവർക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഒരുത്തൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തിങ്ങിയ താടിയും മുട്ടയൊക്കെ അടിച്ചിട്ട് ഒരാളാണ്. ആൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യഅദിൽ യാ മുഹമ്മദ്, യഅദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീതി പാലിക്കും. ഇന്ന ഹാദാ ലഖിസ്മത്തുൻ മാ ഉരീദ ബിഹി വജ്ഹുല്ലാഹ്, അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിക്കാത്ത ഒരു വീതം വെപ്പാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി പാലിക്കുക? ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വഴികേടിലായിപ്പോയി, ഞാൻ തൊലഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നത്, ഞാൻ തൊലഞ്ഞാൽ പിന്നെ എൻ്റെ അനുയായികൾ എല്ലാവരും തൊലഞ്ഞില്ലേ, നീയും തൊലഞ്ഞല്ലോ, നീ എൻ്റെ അനുയായിയാണെന്നാണല്ലോ പറയുന്നത്, നീയും വഴികേടിലാണല്ലോ, ഞാൻ വഴികേടിലാണെങ്കിൽ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ എന്തിനാണ് റസൂലുള്ളാഹിന്റെ അനുയായിയാണെന്ന് പറയുന്നത്? റസൂലുള്ള നീതി പാലിക്കാത്ത ആളാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാത്ത ആളാണെങ്കിൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു മൂസ നബിക്ക് അള്ളാഹ് റഹ്മത്ത് കൊടുക്കട്ടെ, ഫഖദ് ഊദിയ അക്സറ മിൻ ഹാദാ ഫസബർ, ഇതിനേക്കാളും ദ്രോഹമുണ്ടാക്കുന്ന വാക്കൊക്കെ മൂസാ നബി കേട്ടിട്ടുണ്ട്, ഇതിനേക്കാളും ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ട് മൂസാ നബി. ഫസബർ, മൂസാ നബി ക്ഷമിച്ചിട്ടുണ്ട്. മൂസാ നബിയെ ഓർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമ കൈക്കൊണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, മറ്റൊരു റിവായത്തിൽ കാണാം, ഖാലിദ് ബിൻ വലീദ് ചോദിച്ചു, അവന്റെ പെരടി ഞാൻ വെട്ടട്ടെ? അവൻ തിരിഞ്ഞു പോകും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, ഇവന്റെ പിൻഗാമികളായി ഇവന്റെ പിരടിയിൽ നിന്ന് ചില ആളുകൾ വരും, അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ തൊണ്ടയിൽ നിന്ന് താഴേക്കിറങ്ങുകയില്ല. അവരുടെ നമസ്കാരം കണ്ടാൽ നിങ്ങളുടെ നമസ്കാരം ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു അസ്സഹ്മു മിനർ റമിയ, ഒരു അമ്പ് വില്ലിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ ദീനിൽ നിന്ന് ഇവർ തെറിച്ചു പോകും. ഞാൻ ഇവരെ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ ഇവരെ കൊല്ലുമായിരുന്നു. ഖത്ല ആദ് സമുദായത്തെ അല്ലാഹു കൊന്നതുപോലെ, മറ്റു റിവായത്തിൽ സമൂദിനെ കൊന്നതുപോലെ ഞാൻ ഇവരെ കൊല്ലുമായിരുന്നു. മറ്റു ചില റിവായത്തുകളിൽ അവരിൽ ഒരുത്തനുണ്ടാകും, അവന്റെ ഒരു പ്രത്യേക രൂപമൊക്കെ പറഞ്ഞു, അവന്റെ കയ്യിന്റെയും ചുമലിന്റെയും ഒക്കെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയുള്ള ഒരുത്തൻ അവരുടെ കൂട്ടത്തിൽ വരും. അവരെ കൊന്നവർക്ക് സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് യുദ്ധം നടത്തുന്നവർക്ക് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞു. അവരോട് യുദ്ധം നടത്താനുള്ള ഭാഗ്യം ലഭിച്ചത് മഹാനായ സഹാബി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. അവരുമായി യുദ്ധം കഴിഞ്ഞിട്ട് അലി ബിൻ അബി താലിബ് പരതാൻ പറഞ്ഞയച്ച ആളുകളെ അവരുടെ ശരീരങ്ങൾക്കിടയിൽ ഈ റസൂലുള്ള പറഞ്ഞ ഈ വിശേഷണം ഉള്ള അവൻ അതിലുണ്ടോ? അങ്ങനെ സഹാബത്ത് തെരഞ്ഞ അവസാനം അങ്ങനെ ഒരുവനെ കണ്ടു. അപ്പം മുസ്ലിങ്ങളെല്ലാവരും തക്ബീർ വിളിച്ചു. അലി ബിൻ അബി താലിബ് ആ ഹദീസ് ഓർത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരാണ് ഖവാരിജികൾ എന്നറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ ലക്ഷണമാണ് അവർ യുഖാതിലൂന അഹ്ലൽ ഈമാൻ വയദഊന അഹ്ലൽ ഔസാൻ, ഈമാനുള്ള ആളുകളോട് യുദ്ധം ചെയ്യും, ബിംബാരാധകരെ വെറുതെ വിടും. അതൊക്കെ അവരുടെ പല ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ ഭരണാധികാരിക്ക് എതിരിൽ ഇറങ്ങി പുറപ്പെടുക, വൻ പാവകളുടെ പേരിൽ കാഫിറാക്കുക. അവർ എല്ലാ കാലത്തും പിന്നെയും ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. സഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നു. അവർ സഹാബത്തിനെ കൊലപ്പെടുത്തിയത് അവരാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാനെ, അലി ബിൻ അബി താലിബിനെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ അവരൊക്കെ കൊലപ്പെടുത്തി. ഈ കാലത്തും അവരുണ്ട്. ദാഇശ്, IS എന്നറിയപ്പെടുന്ന, അൽ ഖാഇദ എന്നറിയപ്പെടുന്ന ഇവരെ പോലുള്ള കക്ഷികളൊക്കെ ഖവാരിജികളാണെന്നാണ് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ അവരുടെ ലക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം മുസ്ലിം ഉമ്മത്തിനെ അവർ കാഫിറാക്കുന്നതാണ്.
സൗദി ഗവൺമെന്റ് മുഴുവൻ കാഫറാണെന്നാണ് അവർ പറയുന്നത്. ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ പലരും ഭരണാധികാരികളും ഭരണീയരുമൊക്കെ കാഫറുകളാണെന്നാണ് അവർ പറയുന്നത്. ഈ ഖവാരിജികളുടെ സ്വഭാവമാണത്. അവർ ഖവാരിജികളാണ്. അവർക്ക് മറുപടിയുണ്ട് ഈ ആയത്തിൽ. കാരണം അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്തത് അല്ലാഹു പൊറുക്കുമെന്ന് അല്ലാഹു ഈ ആയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതവർ പറയുന്നതിന് നേരെ എതിരാണ്. അവർ പറയുന്നത് വൻപാപങ്ങൾ ചെയ്താൽ തന്നെ കാഫറാകും എന്നാണ്. ഒരിക്കലും അത് ശരിയല്ല. അതുപോലെ തന്നെ ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക. ശിർക്കിന് താഴെ ഉള്ളത് അള്ളാഹു പൊറുക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ പൊറുക്കും? തൗബ ഇല്ലാതെ പൊറുക്കും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എങ്ങനെ പുറത്തു കൊടുക്കുന്നതാണ്? തൗബ ചെയ്യാതെ പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാതെ തൗബ ചെയ്താൽ പുറത്തു കൊടുക്കുന്നല്ല. മനസ്സിലായോ? കാരണം തൗബ ചെയ്താൽ ഏതും പൊറുക്കും, ശിർക്കും പൊറുക്കുമല്ലോ. ഷിർക്കിൽ നിന്ന് തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഷിർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറയലല്ല. മറിച്ച് ആ ഷിർക്ക് അവസാനിപ്പിക്കുകയും എന്നിട്ട് മുസ്ലിം ആവുകയും ചെയ്താൽ അതാണ് തൗബ. ഷിർക്ക് അവസാനിപ്പിച്ചാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും. അങ്ങനല്ല മുശ്രിക്കുകൾ മുസ്ലിങ്ങളാണ്. അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്ന് മടങ്ങുക, ഷിർക്ക് അവസാനിപ്പിച്ച് മടങ്ങുക. അങ്ങനെ മടങ്ങിയാൽ ഷിർക്കും അള്ളാഹു പുറത്തു കൊടുക്കും. പിന്നെ ബാക്കിയുള്ള തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? തൗബയില്ലാതെ അതിലായിക്കൊണ്ട് മരിച്ചാൽ, അതിൽ നിന്ന് തൗബ ചെയ്യാതെ മരിച്ചാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ഒന്നുകിൽ അള്ളാഹു അവരെ നേരെ പുറത്തു കൊടുത്ത് സ്വർഗത്തിലാക്കും, അതല്ലെങ്കിൽ അള്ളാഹു അതിന്റെ ശിക്ഷ അനുഭവിപ്പിച്ച ശേഷം സ്വർഗത്തിലാക്കും. അതാണ് ഷിർക്കല്ലാത്ത ബാക്കിയുള്ള തെറ്റുകളുടെ അവസ്ഥ, ഷിർക്കിന്റെ ഗൗരവം. അബൂ ദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തൗഹീദുള്ളവർ സ്വർഗത്തിലാണ്. വൈൻ സന വൈൻ സറഖ്, അവൻ വിചരിച്ചാലും ശരി, അവൻ മദ്യപിച്ചാലും ശരി. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദർ ചോദിച്ചു, വൈൻ സന വൈൻ സറഖ്, നബി അയാൾ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈൻ സന വൈൻ സറഖ്, വ്യഭിചരിച്ചാലും ശരി മോഷ്ടിച്ചാലും ശരി. വീണ്ടും ചോദിച്ചു, വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞു. നാലാമത്തെ തവണ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈൻ സന വൈൻ സറഖ് അലാ റഗ്മി അൻഫി അബീ ദർ. അതെ, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ശരി, അബൂദറിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അത്രയും ഗൗരവമാണ് ശിർക്ക്. പക്ഷേ വ്യഭിചാരവും മോഷണവും വലിയ പാപങ്ങളാണ്. അതുകൊണ്ടാണ് അബൂദർ 4 തവണ ചോദിച്ചത്. ആ സഹാബിയുടെ ഫഹമാണ് നമ്മുടെ ഫഹം. സഹാബി മനസ്സിലാക്കിയത് നമ്മൾ മനസ്സിലാക്കണം. വൻ പാപങ്ങളാണ്. മാത്രമല്ല പാപങ്ങളുടെ പ്രത്യേകത എന്താണ്? ഒന്ന് ചെയ്തവനെ ആ പാപം അതിനേക്കാളും വലുതിലേക്ക് പിടിച്ചു കൊണ്ടുപോകും. ഒരു തെറ്റവനെ അതിനേക്കാളും വലുതിലേക്ക് പിടിച്ചു കൊണ്ടുപോകും. നന്മകൾ മുടക്കും. എത്രത്തോളം പല മഹാന്മാരായ ആളുകളും പറഞ്ഞത് കാണാം, രാവിലെ ചെയ്യുന്ന തെറ്റുകൾ അവനെ രാത്രി നിസ്കാരം മുടക്കുന്നതാണ്. ഒരാള് മറ്റൊരാളോട്, ഒരു ആലിമിനോട് ചോദിച്ചു വന്ന, എനിക്ക് എൻ്റെ രാത്രി നമസ്കരിക്കാൻ സാധിക്കണം, തഹജ്ജുദ് നമസ്കരിക്കാൻ സാധിക്കണം. അപ്പോൾ പറഞ്ഞു, നീ പകലിൽ അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കും, പകലിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മാസ്യത്തുകൾ ചെയ്യാതിരിക്കും, എങ്കിൽ നിനക്ക് എന്തിന് തൗഫീഖ് ഉണ്ടാവും? രാത്രി നമസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകും എന്ന് പറഞ്ഞത് കാണാം. കാരണം തിന്മകൾ കൽബിൽ കറുത്ത കുത്തുകൾ വീഴ്ത്തും. അതിനേക്കാളും വലിയ തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി അവസാനം എവിടെ എത്താൻ സാധ്യതയുണ്ട്? ശിർക്കിൽ തന്നെ എത്താൻ സാധ്യതയുണ്ട്. كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك എന്ന് പറഞ്ഞതുപോലെ ശൈത്താൻ പ്രേരിപ്പിച്ച് അവസാനം പറയും, ഉക്ഫുർ, കാഫിറായിക്കോ എന്ന് പറയും. അങ്ങനെ ആ തെറ്റിലേക്ക് എത്തി മരണപ്പെട്ടു പോകും. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പാപങ്ങളെ ഭയപ്പെടണം. പക്ഷെ ഒന്നും ശിർക്കിനോളം വരികയില്ല, ഒന്നും തന്നെ ശിർക്കിനോളം വരികയില്ല. അത് ഉറപ്പായ കാര്യമാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. തൗബ ചെയ്യാതെ അള്ളാഹു പൊറുക്കും ഇത് ബാക്കിയുള്ള പാപങ്ങൾ. ശിർക്കോ അത് തൗബ ചെയ്താൽ പൊറുക്കും. തൗബ ചെയ്താൽ അള്ളാഹു പൊറുക്കാത്ത ഒരു പാപവുമില്ല. അതാണ് സൂറത്ത് സുമറിലെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ തരുന്ന ആയത്താണെന്നാണ്. അങ്ങേയറ്റം നമ്മളെ അർജ ആയ, ഏറ്റവും വലിയ റജാ തരുന്ന ആയത്താണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം
ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു പറഞ്ഞു, ഖുൽ, പറയൂ നബി, എൻ്റെ അടിമകളോട് പറയാ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ എൻ്റെ ഇബാദിനോട് പറയുക, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപവും പൊറുക്കും. അവിടെ ആമായി പറഞ്ഞു, ഒന്നും ഒഴിവാക്കില്ല. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അതിനെന്ത് ചെയ്യണം? അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക, അവന് കീഴ്പ്പെടുക. അങ്ങനെ ചെയ്താൽ എല്ലാം പുറത്തുതരും. ഈ ആയത്തിൽ ആമായിട്ടല്ല പറഞ്ഞ, ഈ ആയത്തിൽ ചിലത് പ്രത്യേകമാക്കി പറഞ്ഞു. എല്ലാം പൊറുക്കുമെന്നല്ല, ഷിർക്ക് പൊറുക്കുകയില്ല, അതിന് താഴെയുള്ളത് പൊറുക്കും എന്ന് പറഞ്ഞാൽ ഷിർക്ക് താഴെയുള്ളത് പൊറുക്കും തൗബയില്ലാതെ. മറ്റേ ആയത്തിൽ എന്താണ് പറഞ്ഞത്? എല്ലാം പൊറുക്കും. എല്ലാം പൊറുക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ? തൗബ ചെയ്താൽ. തൗബ ചെയ്താൽ അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹ്, അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹ്. തെറ്റിൽ നിന്ന് തൗബ ചെയ്തവൻ ആരെ പോലെയാണ്? തെറ്റില്ലാത്തവനെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അവനെ ശുദ്ധീകരിക്കും. അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തൗബ കൊണ്ട് സന്തോഷിക്കുന്നവനാണ് അല്ലാഹു. അല്ലാഹു അഫ്റഹു മിൻ തൗബതി അഹദികും, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളുടെ തൗബ കൊണ്ട് അല്ലാഹു സന്തോഷിക്കുന്നു. ആരെക്കാളും? ഒരു വഴി യാത്രക്കിടയിൽ ഒട്ടകവും തൻ്റെ എല്ലാ സാധനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് മരുഭൂമിയിൽപ്പെട്ട ഒരാൾ, അയാൾ കണ്ണടിച്ച് തുറക്കുമ്പോൾ വീണ്ടും ഒട്ടകം മുന്നിൽ. അയാൾ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക് എന്ന് പറഞ്ഞുപോയി. സന്തോഷം കൊണ്ട് മാറിപ്പോയതാണ്. അല്ലാഹു, നീ എൻ്റെ അടിമ, ഞാൻ നിന്റെ റബ്ബാണ് എന്ന് സന്തോഷം കൊണ്ട് മാറിപ്പോയി. അങ്ങനെയുള്ള അവന്റെ സന്തോഷത്തെക്കാളും അല്ലാഹു സന്തോഷിക്കുന്നു നിങ്ങൾ തെറ്റിൽ നിന്ന് അല്ലാഹുവിലേക്ക് തൗബ ചെയ്താൽ. അവൻ ഇഷ്ടമാണത്, അവൻ ഇഷ്ടമാണ്, അവൻ ഇങ്ങോട്ടേക്ക് അടുക്കും സുബ്ഹാനഹു വ തആല. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ അല്ലാഹു ശിർക്ക് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞു. ചെറിയ ശിർക്കും വലിയ ശിർക്കും പൊറുക്കുകയില്ലെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുള്ളത്. ചെറിയ ശിർക്കാട്ടെ, റിയാ പോലുള്ള ചെറിയ ശിർക്കാട്ടെ, അതും പൊറുക്കൂല, വലിയ ശിർക്കും പൊറുക്കൂല എന്നാണ് ശൈഖുൽ ഇസ്ലാമിനെ പോലുള്ള ആളുകൾ ഈ ആയത്തിന് വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷെ രണ്ടും ഒരുപോലെയല്ല. വലിയ ശിർക്കെന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ അമലും അതോടെ പൊളിഞ്ഞു പോകും. അള്ളാഹു അല്ലാത്തരം വലിയ ശിർക്കിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ അമലും പൊളിഞ്ഞു പോകും. എന്നാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ അവന്റെ ആ അമലാണ് പൊളിയുക. ആ അമല, ബാക്കിയുള്ള അമൽ ഇഖ്ലാസോടെ ചെയ്ത അമൽ പൊളിയുമെന്ന് പറയാൻ സാധിക്കുകയില്ല. ആ അമൽ പൊളിഞ്ഞു പോകും. പരലോകത്തിൽ ഇവൻ നരകത്തിൽ ശാശ്വതനാണ്. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് ഹറാമാണ് വലിയ ശിർക്ക് ചെയ്താൽ. പക്ഷെ ചെറിയ ശിർക്ക് അങ്ങനെയല്ല. പക്ഷെ പൊറുക്കുകയില്ലെന്നാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഒന്നുകിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവന്റെ നന്മകളും തിന്മകളും തൂക്കുന്ന തുലാസിൽ അതിനേക്കാളും ഭാരമുള്ള നന്മ അവനുണ്ടാകും. പക്ഷെ ഉലമാക്കൾ ചോദിച്ചു, എങ്ങനെയാണ് ശിർക്ക് കലർന്ന തിന്മ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അതിനേക്കാളും ഭാരമുള്ള നന്മ അവനുണ്ടാവുക? അതുകൊണ്ട് വളരെ ഭയപ്പെടണം. എന്തിനെ? ചെറിയ ശിർക്കിനെ, റിയാഇനെ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി, ആളുകൾ ശ്രുതി കിട്ടാൻ വേണ്ടി ചെയ്യുക. ഇതിനെക്കുറിച്ച് വളരെ ഗൗരവം വേണം. അള്ളാഹുവിനോട് എപ്പോഴും ഇസ്തിആദത്ത് തേടിക്കൊണ്ടിരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന് പഠിപ്പിച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖിനാണ് പഠിപ്പിച്ചു കൊടുത്തത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന ആലം വ അസ്തഗ്ഫിറുക ലിമാ ലാ ആലം. അല്ലാഹു, ഞാൻ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു, അറിയാതെ ചെയ്തു പോയതിൽ നിന്ന് നിന്നോട് പാപമോചനം തേടുന്നു. അതുകൊണ്ട് ചെറുതിനെ നന്നായി പേടിക്കണം. ചെറിയ ശിർക്കിനെ, മസീഹുൽ ദജ്ജാലിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാര്യത്തിൽ പേടിച്ചതാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാതിരിക്കുക, ആളുകളെ കാണിക്കാൻ വേണ്ടി പറയാതിരിക്കുക. നിന്റെ ഹറക്കാത്തും സകനാത്തും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. നീ ചലിക്കുന്നെങ്കിൽ റബ്ബിന് വേണ്ടി, നീ മിണ്ടാതിരിക്കുന്നെങ്കിൽ അള്ളാഹുവിന് വേണ്ടി. ആ പ്രവർത്തനങ്ങൾക്കാണ്, അതാണ് അള്ളാഹു സ്വീകരിക്കുക. പങ്കു ചേർത്താലോ അള്ളാഹു പറയും, തറക്തുഹു വശിർക അനാ അഗ്ന ശുറകാഇ അനി ശിർക്ക് من أشرك من عمل عملا أشرك فيه معي غيري تركته وشركه. ഷിർക്ക് പങ്കാളി ഒരാൾക്ക് കൊടുത്തതിന്റെ ഷെയർ ആവശ്യമില്ലാത്തവനാണ് ഞാൻ, അള്ളാഹു പറയുക. അതുകൊണ്ട് ആരെങ്കിലും എന്നിൽ പങ്കു ചേർത്ത് ഒരാമൽ ചെയ്തിട്ടുണ്ടോ ഞാൻ അവനെ ഉപേക്ഷിച്ചു, അവന്റെ
പങ്കും ഉപേക്ഷിച്ചു. അവൻ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? അവരോട് പോയി വാങ്ങിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കും. നഊദു ബില്ലാഹി മിന ശിർക്ക്. അള്ളാഹു നമ്മളെ ഷിർക്കിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവസാനത്തെ കലിമത്തായി മരിക്കാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.